യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 44-ാമത്തെ വാക്യം. മരിച്ചവൻ പുറത്തു വന്നു, അവൻ്റെ കാലും കൈയും ശീലകൾ കൊണ്ട് കെട്ടിയും മുഖം റൂമാൽ കൊണ്ട് മൂടിയും ഇരുന്നു. അവൻ്റെ കെട്ടഴിപ്പീൻ, അവൻ പോകട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞു. ഈ പ്രതിസന്ധി ഉണ്ടായ ഭവനം യേശു സ്നേഹിച്ച ഭവനമെന്ന് ദൈവവചനത്തിൽ നാം വായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം മനസ്സിലാക്കുക, യേശു സ്നേഹിച്ചാൽ, യേശുവിനെ സ്നേഹിച്ചാൽ, ഇന്നത്തെ ആത്മമണ്ഡലത്തിൽ ഒരു പ്രത്യേക പഠിപ്പീരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ ആത്മീയ ജീവിതമെന്ന് പറഞ്ഞാൽ വലിയ കഷ്ടതയും പോരാട്ടങ്ങളും ഒന്നുമില്ലാതെ സുഖലോലുപത, മെത്തയുടെ മുകളിൽ കൂടെ മാത്രം നടക്കുന്ന, കാലുമുള്ളിൽ കൊള്ളാതെ പാദങ്ങളിൽ ഒന്നും തട്ടാതെ വളരെ സുഖലോലുപതയോടെ കഴിയുന്ന ഒന്നല്ല. യേശു സ്നേഹിച്ചാൽ, യേശുവിനെ സ്നേഹിച്ചാൽ കേടുണ്ടാകും, നാറ്റമുണ്ടാകും, കണ്ണുനീരുണ്ടാകും, പ്രതിസന്ധി ഉണ്ടാകും. പക്ഷേ ഇതിനകത്തെല്ലാം ബലത്തോടെ നിർത്തുന്ന ദൈവകൃപ നിന്റെ മേൽ പകരുവാനായിടയാകും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നീ ലാസർ ആരാ? മറിയയും സഹോദരിമാർ, മറിയയും മാർത്തയും മറിയയും യേശുവിൻ്റെ അടുക്കലേക്ക് ഈ ദീന സംബന്ധിച്ച് ആളെ പറഞ്ഞു വിടുമ്പോൾ ഈ ആള് വന്ന് യേശുവിനോട് പറഞ്ഞ വാക്ക് 11-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവേ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആരാ ദീനമായി കിടക്കുന്നത്? യേശുവിന് പ്രിയനായവനാ. പ്രൈസ് ദി ലോർഡ്. വളരെ ആഴമായ ഒരു ആത്മബന്ധം ഈ ഭവനവുമായി, ലാസറുമായി യേശുവിനുണ്ട്. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ആ പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്നറിഞ്ഞപ്പോൾ 1-ാം ദിവസം പോയില്ല, 2-ാം ദിവസം പോയില്ല. അപ്പോൾ തന്നെ അവിടെ നടക്കേണ്ടുന്ന കാര്യങ്ങളെല്ലാം അവിടെ നടന്നു കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. യേശു ഇതറിയുന്നുണ്ട്. അനുവാദനം ചെയ്യുന്ന ശിഷ്യന്മാരറിയുന്നില്ല, ജനം അറിയുന്നില്ല. സകലത്തെയും നിർമ്മിച്ചവനും സകലത്തിന്മേലും അധികാരമുള്ളവനും, ഹല്ലേലൂയ, ഉണ്ടാകട്ടെ എന്നുള്ള വാക്കിനാൽ സകലത്തെയും ഉളവാക്കിയവനും ജീവന്റെ മേലും മരണത്തിന് മേലും അധികാരമുള്ളവനുമായ നാഥൻ, ഹല്ലേലൂയ, ശുശ്രൂഷാമുഖത്ത് നിൽക്കുമ്പോൾ തന്നെ തനിക്ക് പ്രിയനായവന്റെ ഭവനത്തിൽ നടന്ന വേദന, ഹല്ലേലൂയ, മരണം യേശു അറിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. എപ്പോഴാണ് പോയത്? 4-ാം ദിവസമാണ് പോയത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്നലെ പകൽ മുതൽ നാം കേൾക്കുന്നുണ്ട്, വാഗ്ദത്തങ്ങളെ നാം പ്രാപിച്ചവരാ, വാഗ്ദത്തമുള്ളവരായി ഇവിടെ ഇരിക്കുന്നത്. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വാഗ്ദത്തമില്ലാത്തവരാരും ഇവിടെ ഇരിപ്പില്ല. നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ വാഗ്ദത്തം എന്ന് പറയുന്നത്, ഈ ലോകത്തിൽ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ വാഗ്ദത്തം നമ്മുടെ രക്ഷിതാവ് തന്നെയാ. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷമുള്ള വാഗ്ദത്തം, ഹല്ലേലൂയ, ഈ രക്ഷിതാവിനെ സ്നേഹിച്ചനുസരിച്ച് അവിടുത്തെ വചനം പ്രമാണിച്ച് ദൈവദാസനിൽ കൂടെ, അല്ലെങ്കിൽ ജോർജാനിൽ കൂടെ കേട്ടതുപോലെ ദൈവം നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ഈ തിരുവെഴുത്ത്, ഇതിനകത്ത് ഉപദേശങ്ങൾ പ്രമാണിച്ച് ജീവിക്കുന്നവർക്ക് ഇനി നമുക്കുള്ള ഏറ്റവും വലിയ വാഗ്ദത്തം എന്തുവാ? നിത്യതയുടെ വാഗ്ദത്തമാ. വിശുദ്ധന്മാരോടുകൂടിയുള്ള പന്തി ഭോജനത്തിന്റെ വാഗ്ദത്തമാ. നമ്മുടെ രക്ഷിതാവിന്റെ പൊന്മുഖം കണ്ട് അങ്ങേ ആരാധിക്കുന്ന വാഗ്ദത്തമാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതല്ലേ പഴയ പാട്ടുകാരൻ പിതാക്കന്മാര് പാടിയത്? ആരിവർ ആരിവർ രാജനോടൊപ്പമായി പന്തിയിരിപ്പത് സത്യസഭ. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞാടിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് വീണ്ടെടുപ്പ് പ്രാപിച്ച്, ഹല്ലേലൂയ, ഈ ലോകത്തിൽ വിരൽ ചൂണ്ടി പറയുവാൻ ധനത്തിന്റെ മാഹാത്മ്യതയൊന്നും അധികം ഇവിടെ ലഭിച്ചില്ലെങ്കിലും നിത്യത നഷ്ടപ്പെട്ടു പോകാതെ, അകത്തു കൊളുത്തി ആത്മാവിന്റെ അഗ്നി കെട്ടുപോകാതെ, വചനത്തിന്റെ ശക്തി പോകാതെ അതിനെ മുറുകെ പിടിച്ച് പോരാടി നിൽക്കുന്ന വിശുദ്ധ ജനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ മുമ്പിൽ ഓട്ടമോടി അല്ലെങ്കിൽ അക്കരെ അണഞ്ഞവർക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.
പ്രിയനായവന്. സ്തോത്രം. 1-2 ഭാഗങ്ങൾ ദൈവാത്മാവ് ആ ഭാഗങ്ങളിൽ നിന്ന് എന്നോട് ഇടപെട്ടത് കൊണ്ടാണ് പിന്നെയും ദൈവദാസൻ അല്ലെങ്കിൽ അല്പസമയം ശുശ്രൂഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ ഭാഗം തന്നെ ദൈവാത്മാവ് ഹൃദയത്തിൽ നൽകുവാനായിടയായത്. പ്രൈസ് ദി ലോർഡ്. യേശു വന്നു. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ കൂടെ വരണേ, നമ്മൾ ഒരുമിച്ച് അല്ലെങ്കിൽ പ്രാർത്ഥനയോടുകൂടെ ചില വിഷയങ്ങളിൽ ദൈവാത്മാവ് നമ്മളോട് ഇടപെടും. പ്രൈസ് ദി ലോർഡ്. യേശു വന്നു. നമുക്കറിയാം, മാർത്തയോട് ചെന്ന് യേശുവിനെ സ്വീകരിച്ചു. ഈ മാർത്തയും മറിയയും പറഞ്ഞ 2 വാക്കുകൾ ഒരേ വീട്ടിലല്ലയോ. എനിക്ക് അവരുടെ ആ വാക്കുകൾ പരിശുദ്ധാത്മാവ് ഈ രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ആ വീടിനകത്തുണ്ടായിരുന്ന ഐക്യത എന്തുവാണ്. 2 പേരും യേശുവിനെ കണ്ടപ്പോൾ 2 കാര്യമല്ല പറഞ്ഞത്, ഒറ്റ കാര്യമാണ് പറഞ്ഞത്. ഒന്നേ പറഞ്ഞോളൂ, ഒരുപോലെ. പ്രൈസ് ദി ലോർഡ്. അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ. അവർക്ക് 2 പേർക്കും പറയാൻ ഇതേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താ മനസ്സിലാക്കേണ്ടത്? യേശു ഉണ്ടെങ്കിൽ. പ്രൈസ് ദി ലോർഡ്. യേശു ഉണ്ടെങ്കിൽ. ഹല്ലേലൂയ. ഒരിരുട്ടിന്റെ അധികാരങ്ങളും മരണദൂതന്റെ ശക്തികളും നിന്റെ അവകാശത്തിനകത്ത് നോട്ടമിടുകയില്ല. ഭക്തനായ പാട്ടുകാരൻ ആത്മാവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ പിതാക്കന്മാർ പാടി ആരാധിച്ച ഹല്ലേലൂയ ആത്മീയ ഗാനം. വേലി കെട്ടിയിട്ടുണ്ട് മാലാഖമാരന്റെ ആലയം കാവലുണ്ട്, അതാൽ ബാധകളൊന്നും വാസസ്ഥലത്തോട് അതിക്രമം ചെയ്യുകയില്ല. ഇരുളിന്റെ അധികാരങ്ങൾ, മരണത്തിന്റെ അധികാരങ്ങൾ പാതകളിൽ തകർത്തു കളയുവാൻ, വീതികളിൽ ഒടുക്കിക്കളയുവാൻ, ഭവനത്തിനകത്ത് ഒടുക്കിക്കളയുവാൻ, എന്തിനധികം പറയുന്നു, കിടക്കകളിൽ പോലും മരണത്തിന്റെ കണികകളിട്ട് തകർത്തു കളയുവാൻ, അവയവങ്ങളെ ബലഹീനമാക്കുവാൻ, ചലനശേഷി നഷ്ടപ്പെടുത്തുവാൻ. ഇന്ന് പകൽക്കാലം ശരീരാത്മദേഹികളുടെ മേൽ ദൈവത്തിന്റെ വിടുതൽ ചില മേഖലകളിൽ, ചില ജീവിതങ്ങളുടെ മേൽ വ്യാപരിക്കപ്പെടട്ടെ. ആന്തരിക അവയവങ്ങളുടെ മേൽ, ബാഹ്യ അവയവങ്ങളുടെ മേൽ പോരാടി നിൽക്കുന്ന ഇരുട്ടിന്റെ അധികാരങ്ങൾ, രോഗാത്മാവിന്റെ ദണ്ഡനങ്ങൾ സാധാനിയ യേശുവിന്റെ നാമത്തിൽ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആത്മമനുഷ്യന് ബലഹീനത വരത്തില്ല. വരുന്ന ശക്തികളുണ്ട്, അതിനെ ജയിച്ചു നിന്നോണം. പുറമെയുള്ളവ ക്ഷയിച്ചോട്ടെന്ന്, ക്ഷീണിച്ചോട്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അകത്തൊരാത്മ മനുഷ്യനുണ്ട്. ജോർജാനിൽ കൂടെ ദൈവാത്മാവ് നമ്മളോട് സംസാരിച്ചതുപോലെ ദൈവമായിട്ട് ഈ ദിവസങ്ങളിൽ അധികം വ്യക്തിപരമായി ഒന്ന് സംസാരിപ്പാൻ നമ്മെ ഒന്ന് വിധേയപ്പെടുത്താം. ആത്മാവിൽ ദൈവത്തോട് സംസാരിപ്പാൻ നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഞാനൊരു കാര്യം സഭയിൽ പറയട്ടെ. നിങ്ങൾ വ്യക്തിപരമായി നിങ്ങളുടെ വീടുകളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, കുടുംബ പ്രാർത്ഥനയ്ക്കകത്ത് തലമുറകളെ ഇരുത്തി നിങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവവചനം ധ്യാനിക്കണം, വായിക്കണം. ഹല്ലേലൂയ. ആത്മാവിൽ അധികം അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആത്മാവിൽ ദൈവത്തോട് സംസാരിക്കണം. ആത്മാവിൽ സംസാരിക്കുന്നവൻ ആരോടാ സംസാരിക്കുന്നത്? ദൈവത്തോടാ സംസാരിക്കുന്നത്. ദൈവത്തോട് സംസാരിച്ച് 10 മിനിറ്റ് സംസാരിച്ച് നീ എഴുന്നേറ്റ് കഴിഞ്ഞാൽ 10 മണിക്കൂർ പിശാച് നിന്നോട് അടുക്കത്തില്ല. ദൈവസഭയ്ക്കകത്ത് ആരാധനയിൽ തമ്പാറടി നിന്നാലും ഹല്ലേലൂയ ആത്മാവിൽ സംസാരിക്കുന്ന ഒരനുഭവത്തിലേക്ക് ദൈവം നമ്മെ നടത്തിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് സന്തോഷമുണ്ട്. ഇന്നലെ ശമൽ പാസ്റ്റർ ശുശ്രൂഷയിൽ ഒരു വാക്ക് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഈ ഏരിയയിൽ ഇവിടെ ആള് കുറവാണെങ്കിലും, ആള് കുറവല്ല, ദൈവം ഒരുക്കപ്പെട്ട ആത്മാക്കളെ ഇവിടെ തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇത്രയും ആരാധനയ്ക്ക് പ്രാധാന്യത കൊടുക്കുന്ന ഒരു ദൈവസഭ. പ്രൈസ് ദി ലോർഡ്. നിർത്തരുത്. ആരെല്ലാം ഇടത്തും വലത്തും ഇരുന്നാലും, ആരെല്ലാം സ്റ്റേജിലിരുന്നാലും, മുമ്പിലിരുന്നാലും, പുറകിലിരുന്നാലും അഭിഷേകത്തിൽ ആത്മാവിൽ ദൈവത്തോട് സംസാരിക്കണം. നിന്റെ വിഷയത്തെ ദൈവകരങ്ങളിൽ ഒന്ന് സമർപ്പിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ ഹൃദയം ഏകാഗ്രമാക്കി അരുമനാഥന്റെ തേജസ് കണ്ട്, അവിടുത്തെ മുഖശോഭ കണ്ട് ദൈവത്തോട് സംസാരിച്ചോ. ദൈവത്തിന്റെ ജനമേ, കർത്താവിന്റെ ദാസനാദ്യം ഓർപ്പിച്ചതുപോലെ നമ്മുടെ സ്ഥിതികൾ മാറാൻ പോകുകയാ. സ്തോത്രം. അഭിഷേകത്തിന്റെ ശക്തി ഒരു ശക്തിക്കും ജയിക്കാനൊക്കത്തില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥന വലിയ മാറ്റങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. മാർത്തയും മറിയയും ഏക വാക്കാ പറഞ്ഞത്.
അങ്ങിവിടെ ഉണ്ടായിരുന്നെങ്കിൽ, യേശു ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഒന്നും സംഭവിക്കത്തില്ലെന്നല്ല പറഞ്ഞത്. ഉണ്ടെങ്കിൽ പിന്നെ പ്രശ്നങ്ങളുടെ കൂമ്പാരമായിരിക്കും. ഇവിടെ എന്നെ ഈ പുള്ളി ഇങ്ങനെ പറയുന്നത്, പ്രശ്നങ്ങൾ വന്നാലും അതിനകത്ത് യേശു എഴുന്നേൽക്കും. പ്രൈസ് ദി ലോർഡ്. ആ പടകിൽ യേശു ഉണ്ടായിരുന്നെന്നേ, യേശുവുള്ള പടകിനകത്ത് വെള്ളം ഇച്ചിരി കയറിയെന്നേ, കാറ്റുകൊണ്ട് അലഞ്ഞെന്നേ. പ്രൈസ് ദി ലോർഡ്. ശിഷ്യന്മാര് കടന്ന് മരണവപ്രാളത്തിൽ കടന്ന് അലമുറയിടുക. അവസാനം പത്രോസ് ചോദിച്ച്, കർത്താവേ, ഇതെന്നെ കടപ്പ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്കൊട്ടും വിചാരമില്ലയോ? പ്രൈസ് ദി ലോർഡ്. ഞാനൊരു കാര്യം പറയാം, നമ്മെ കുറിച്ച്, നമ്മുടെ തലമുറകളെ കുറിച്ച് നാം വിചാരപ്പെടുന്നതിനപ്പുറമായി നിന്റെ വീണ്ടെടുപ്പുകാരൻ വിചാരപ്പെടുന്നുണ്ട്. പടകിന്റെ ഗതി അറിയാവുന്നവനായി പടകിനകത്ത് കടക്കുന്നത്. ഹല്ലേലൂയ. മണൽത്തരി കൊണ്ട് ഈ തിരമാലയ്ക്ക് അതിരിട്ടവനായി ഇതിനകത്ത് കിടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സകല ഉറവുകളെ നിയന്ത്രിക്കുന്നവനായി പടകിനകത്ത് കിടക്കുന്നത്. അവനുള്ള പടകിന് നേരെ കാറ്റ് വരാം, പക്ഷേ ഇത് കടലിൽ തകർന്നു പോകത്തില്ല. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, കാറ്റിനെ തരണം ചെയ്യുന്ന, തിരമാലയെ തരണം ചെയ്യുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്റെ ജീവിതത്തിനകത്ത്, നിന്റെ തലമുറയുടെ ജീവിതത്തിനകത്ത് ദൈവസഭയ്ക്കകത്ത് യേശു ഉണ്ടെന്ന്. നിഖാല രാമ സീതാന റബാബാബാന ശന്ദനാദിയ റബാബാബാന സീതാനി ആത്മനാരകാനിയ. സ്വത്രം. ഇന്ന് പകൽക്കാലം ചില കാറ്റിന്റെ ഉറവുകൾ അടയപ്പെടാൻ പോകുകയാ, ചില തിരമാലകളുടെ ഉറവുകൾ അടയപ്പെടാൻ പോകുകയാ. നാളുകളായി നിന്റെ കുടുംബത്തെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന, നിന്റെ ജീവിതത്തെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന, ആടി ഉലയിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സകല മേഖലകളെ യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് നിർത്തൽ ചെയ്യുന്ന പകൽക്കാലമാകട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അങ്ങിവിടെ ഉണ്ടായിരുന്നെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, മറിയേ മാർത്തേ, അല്പ ദിവസങ്ങൾക്ക് യേശു പ്രത്യക്ഷമായി ശരീരമായി നിങ്ങളുടെ കൂടെ ഇല്ലായിരുന്നതും നന്മയ്ക്ക. കാരണം എന്നറിയാമോ? പുറകെ ഒരു 12 ഉണ്ട്, അതിൽ ഒറ്റനങ്ങ് പോയി 11 കൂടെ ചെയ്ത ശുശ്രൂഷ ചരിത്രം പഠിപ്പിക്കുന്നത്. അവരെയൊക്കെ ശക്തരാക്കി. കർത്താവിന്റെ ദാസന വാക്യം പറഞ്ഞു, വെറും മീൻപിടുത്തക്കാരെ, വല നന്നാക്കിക്കൊണ്ടിരുന്നവരെ, പ്രൈസ് ദി ലോർഡ്, അല്ലെങ്കിൽ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് വല കഴുകിക്കൊണ്ട് ഇനി ഉണക്കി മടക്കി വെക്കാമെന്നും പറഞ്ഞിരുന്നവന്റെ പടക് വിട്ടുകൊടുത്ത് പ്രസംഗം കഴിഞ്ഞപ്പോൾ രാത്രിയിലാ മീൻ കിട്ടുന്നത്. പകൽ യേശുവിന്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു, വീശിക്കോളാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ കിട്ടാൻ സാധ്യതയൊന്നുമില്ല. പത്രോസേ അല്ല പറയുക, സ്വത്രം, ഹല്ലേലൂയ. രാത്രിയിലാ മീൻപിടുത്തം, മീൻ കൂടുതൽ വലകളിൽ കയറുന്നത്, അത് ഇവർക്കറിയാം. പ്രൈസ് ദി ലോർഡ്. പക്ഷേ നിന്റെ വാക്കിന് ഞാൻ എന്തോ ചെയ്യാ, വല ഇറക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വലയിറക്കി അത്ഭുതം കണ്ടവൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തോമസ് യേശുവിനോടുകൂടെ ഈ ശിഷ്യന്മാരെല്ലാം ലാസറിന്റെ വീട്ടിലേക്ക് പോയപ്പോൾ ഇവിടെ വന്നെന്ന് പറഞ്ഞു തോമാച്ചൻ പറഞ്ഞു, വരുവീൻ, നമുക്കും അവനോടുകൂടെ മരിക്കാൻ പോകാമെന്ന്. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഇവരെയൊക്കെ ശക്തരാക്കി നിർത്തിയത് എന്നാന്നറിയാമോ? ഈ അത്ഭുതങ്ങളാ. പ്രൈസ് ദി ലോർഡ്. ഈ അത്ഭുതങ്ങൾ കണ്ടു. അതിനുശേഷം യേശു ഉത്ഥാനം ചെയ്ത് മടങ്ങിപ്പോയപ്പോൾ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് വന്നു. ആത്മാവിന്റെ നിറവ് അവരുടെ മേൽ വന്നപ്പോൾ സാധാരണക്കാര് അസാധാരണക്കാരാകുവാനായിടയായി. പഠിപ്പില്ലാത്തവർ ഇതുവരെ, ഹല്ലേലൂയ, തിയോളജിയന്മാർ പഠിപ്പിച്ചിട്ടും വ്യാഖ്യാനിച്ചിട്ടും തീരാത്ത ആത്മീയ മർമ്മങ്ങൾ അവരുടെ അധരങ്ങളിൽ കൂടെ വെളിപ്പെടുവാനായിടയായി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സ്ഥിതി മാറുമോ? യേശു ഉണ്ടെങ്കിൽ ജീവിതത്തിന്റെ സ്ഥിതി മാറും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അടുത്ത ഭാഗം ഞാൻ ആ വാക്യങ്ങളെല്ലാം വായിപ്പിക്കാത്തത് നമുക്കറിയാവുന്നത് കൊണ്ടാണ്. സമയത്തിന്റെ പരിമിതികൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ, കൃത്യസമയത്ത് നമുക്ക് നിർത്തണം. പ്രൈസ് ദി ലോർഡ്. ഈ യേശു ഇവരുമായി ഈ മാർത്തയുമായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ മാർത്ത എന്നിട്ട് മറിയോട് പറഞ്ഞു, ഗുരു വന്നിട്ടുണ്ട്. യേശു അവിടെ തന്നെ നിൽക്കുക. പ്രൈസ് ദി ലോർഡ്.
നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ആ ഭാഗത്ത് ദൈവാത്മാവ് എന്നോട് സംസാരിച്ചു. സ്തോത്രം. അവൾ അവിടുന്ന് ഒന്ന് എഴുന്നേറ്റു. കുഞ്ഞേ, നിങ്ങൾ ഒരുമിച്ചൊരത്ഭുതം കാണണമോ? നീ ഇരിക്കുന്നിടത്തുനിന്ന് ഒന്ന് എഴുന്നേക്കണം. എഴുന്നേറ്റ് യേശുവിൻ്റെ അടുക്കലേക്കൊന്ന് വരണം. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ ശുശ്രൂഷിക്കുന്ന ഞാൻ സഹിതം പുറമറ്റ സഭയിലെ നമ്മൾ ദൈവകുടുംബങ്ങളെല്ലാം സ്തോത്രം ഇരിക്കുന്നിടത്തുനിന്ന് എഴുന്നേൽക്കണം. എവിടേക്ക്? യേശുവിൻ്റെ അടുക്കലേക്ക്. നമ്മുടെ തലമുറകളൊന്ന് എഴുന്നേൽക്കുവാനായിടയാകട്ടെ. ചിന്തകളിട്ട്, ഭാരങ്ങളിട്ട്, വേദകളിട്ട് പലതിനെയും ഹല്ലേലൂയ കുറ്റിയിൽ കെട്ടിയിരിക്കുന്ന കഴുതയെ പോലെ ഹല്ലേലൂയ വട്ടം കറങ്ങി ഇവിടെ ഒന്നും അഴിയപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞ് ചില ബന്ധനങ്ങൾക്കകത്ത്, വീടുകൾക്കകത്ത് ബന്ധിച്ചിട്ടിരിക്കുന്ന, ചില മേഖലകളിൽ ബന്ധിച്ചിട്ടിരിക്കുന്ന, തലമുറകളെ ബന്ധിച്ചിട്ടിരിക്കുന്ന, ദൈവമക്കളെ ബന്ധിച്ചിട്ടിരിക്കുന്ന, അഭിഷക്തന്മാരെ വട്ടം കറക്കിക്കൊണ്ടിരിക്കുന്ന ചില ഇട്ടവട്ടത്തിൽ നിന്ന്, കെട്ടുപാടിൽ നിന്ന് ദൈവം ചിലരെ ഒന്ന് എഴുന്നേൽപ്പിക്കാൻ പോകുക, കെട്ടഴിക്കാൻ പോകുകയാ. യേശുവിന്റെ അടുക്കലേക്ക്, യേശുവിന്റെ അടുക്കലേക്ക്, യേശുവിന്റെ അടുക്കലേക്ക് വരാൻ തയ്യാറായാൽ, എഴുന്നേൽക്കാൻ തയ്യാറായാൽ അത്ഭുതം നീ കാണുവാനായിടയാകും. ഞാൻ ആ ഭാഗം ദൈവവചനം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ, കർത്താവിൻ്റെ ദാസനോടെ സുരൂപിച്ചുകൊണ്ടിരുന്നപ്പോൾ എളുപ്പമൊന്ന് നമുക്കറിയാം, വായിക്കണ്ട. യോശുവയുടെ പുസ്തകം 15-ാം അധ്യായത്തിലേക്ക് ദൈവാത്മാവ് എന്നെ നടത്തി. ഹല്ലേലൂയ. യോശുവയിൽ കൂടെ കാലേബിന് അവകാശം കിട്ടുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അതിനുശേഷം ഹല്ലേലൂയ കാലേബ് വീണ്ടും ഹല്ലേലൂയ ചില അവകാശങ്ങൾ യോശുവയോട് ചോദിക്കുന്നു. അനാക്യ മല്ലന്മാർ ഇരുമ്പ് രഥങ്ങളുള്ളവരാ, വനാന്തരങ്ങളാ. ആ വനാന്തരങ്ങളെല്ലാം ഹല്ലേലൂയ ചോദിക്കുക, മലകള്, പർവ്വതങ്ങള് അത് അവകാശമായിട്ട് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം ഈ കാലേബ് മിടുക്കനായിരുന്നു. പിന്നെയും പുള്ളിക്ക് തൃപ്തിയായില്ല. പുള്ളി പറഞ്ഞു, സ്തോത്രം, ഹല്ലേലൂയ, അനാക്യ ശക്തികളെ, പതിയിരിപ്പുകാരെയൊക്കെ ജയിക്കുന്നവന് ഞാൻ എൻ്റെ മകൾ അക്സയെ വിവാഹം കഴിച്ചു കൊടുക്കുന്നു. ഒച്ചനിയേൽ എഴുന്നേറ്റു, അവൻ യുദ്ധം ചെയ്തു, അവന് അക്സയെ വിവാഹം കഴിച്ചു കൊടുത്തു. അപ്പൻ്റെ മോളല്ലേ, അവളും മിടുക്കിയായിരുന്നു. അവള് സ്തോത്രം അപ്പൻ്റെ അടുക്കെ വന്നപ്പോൾ പറഞ്ഞു, അപ്പൻ എനിക്ക് തന്ന അവകാശം ഒന്നും പോരാ, പക്ഷെ ഈ അവകാശം ചോദിക്കുന്നതിന് മുമ്പേ കൊച്ചൊരു കാര്യം ചെയ്തു. ഇവള് വന്ന ഒരു കഴുതയുണ്ടായിരുന്നു, കയറി വന്ന കഴുത, ആ കഴുതപ്പുറത്തുനിന്ന് താഴെ ഇറങ്ങി. സ്തോത്രം ചെയ്യാമോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ചില അവകാശങ്ങൾ ലഭിക്കപ്പെടണമെങ്കിൽ എന്നോടും നിങ്ങളോടും ദൈവാത്മാ പറയുന്നു, കഴുതമേലിൽ നിന്നൊന്ന് താഴെ ഇറങ്ങണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഞാൻ പറഞ്ഞത് എവിടെ ചെന്നാലും അറിയാം. പ്രൈസ് ദി ലോർഡ്. ഇറങ്ങേണ്ടിടത്ത് താഴെ ഇറങ്ങണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ചില ദൈവപ്രവർത്തികൾ നിന്റെ വീടിനകത്ത് നടക്കാൻ, അല്ലെങ്കിൽ നീ പിടിച്ചു വെച്ചിരിക്കുന്ന ചില മേഖലകളിൽ നിന്ന് ദൈവാത്മാവനോട് സംസാരിക്കുന്നു, എന്നോടും നിങ്ങളോട് സംസാരിക്കുന്നു. നാം താഴെ ഇറങ്ങണ ചില അവകാശങ്ങൾ തരാൻ പോകുകയാ ദൈവം. ചില പുതിയ വഴികളെ ദൈവം തുറക്കാൻ പോകുകയാ. ചില പുതിയ അവകാശങ്ങൾ നിന്റെ അവകാശത്തിന്മേൽ ദൈവം തരാൻ പോകുകയാ. അല്ലെങ്കിൽ ചില പുതിയ ആത്മീയ അധികാരങ്ങൾ ദൈവം തരാൻ പോകുകയാ. ചില പുതിയ ശുശ്രൂഷയുടെ കൈമാറ്റങ്ങൾ ദൈവം നിന്റെ തലമുറ ഏൽപ്പിക്കാൻ പോകുകയാ. താഴേണ്ടടുത്ത്, ഇറങ്ങേണ്ടടുത്ത്, വിധേയപ്പെടേണ്ടടുത്ത് വിധേയപ്പെടുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇവളാ വീടിന്റെ അകം വിട്ട് യേശുവിന്റെ അടുക്കൽ വന്നു. യേശു അതുവരെ നിന്നിടത്ത് തന്നെ നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. വരേണ്ടവൾ വരാതെ, പ്രൈസ് ദി ലോർഡ്, ചെല്ലേണ്ടിടത്ത് നീ ചെല്ലാതെ അടുത്ത അത്ഭുതം നടക്കത്തില്ല. വിശ്വസിക്കുന്നവര് സ്തോത്രം ചെയ്താട്ട്. ചെല്ലേണ്ടതുപോലെ ചെല്ലേണ്ടിടത്ത് ചെന്നാൽ മാത്രമേ അത്ഭുതം നടക്കത്തുള്ളൂ. യേശുവിന്റെ അടുക്കൽ നീ വരണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവിടെ വന്നു. ഞാൻ മുമ്പോട്ട് വായിച്ച വാക്യത്തിലേക്ക് വരട്ടെ. സ്തോത്രം. യേശുവും ആ മറിയയും മാർത്തയെല്ലാം കൂടെ കർത്താവ് ചോദിച്ചു, അവനെ എവിടെ വെച്ചത്? കർത്താവിനെ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അവിടുന്ന് സർവജ്ഞാനിയാ. പ്രൈസ് ദി ലോർഡ്. അവർ അവനെ കാണിച്ചു കൊടുത്തു. ദൂതുണ്ട് കേട്ടോ.
ആ പ്രശ്നത്തെ കാണിച്ചു കൊടുക്കണം. സ്തോത്രം ചെയ്യാമോ? ഇന്ന് നീ ഭാരപ്പെടുന്ന ആ വലിയ പ്രതിസന്ധിയെ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവാത്മാവിനോട് സംസാരിക്കുന്നത് ഞാൻ പറയട്ടെ. ഇതിനകത്ത് ഹല്ലേലൂയ നെടുവീർപ്പോടുകൂടെ വേദനയോടെ ശാരീരികമായ ക്ലേശം തൊട്ട് തലമുറയുടെ വിഷയം തൊട്ട് ഒരാത്മീയ പുരോഗതിയുടെ പ്രാർത്ഥനാ വിഷയം വരെ ഹല്ലേലൂയ പ്രാർത്ഥിച്ചുകൊണ്ട് ഞരങ്ങിക്കൊണ്ടിരിക്കുന്ന ദൈവസഭയോട് ദൈവജനത്തോട് ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്നു, ആ വിഷയം നീ ഒന്ന് കാണിച്ചു കൊടുത്ത്. യേശു നിന്നോട് കൂടെയുണ്ട്. നിന്റെ കണ്ണീരൊപ്പുന്നവൻ നിന്നോട് കൂടെയുണ്ട്. നിന്റെ പ്രാർത്ഥന കേൾക്കുന്നവൻ നിന്നോട് കൂടെയുണ്ട്. അവൻ നിന്നോട് ചേർന്ന് നടക്കുക. ആ പ്രശ്നം ഒന്ന് കാണിച്ചു കൊടുത്ത്, ആ ഇടമൊന്ന് കാണിച്ചു കൊടുത്ത്, അവിടേക്കൊന്ന് വിരൽ ചൂണ്ടി കാണിച്ച്, യേശു അപ്പ ഇതാ വിഷയം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം. കാണിച്ചു കൊടുത്താൽ അടുത്തത് വായിച്ച വിഷയത്തിലേക്ക് വരട്ടെ. സ്തോത്രം. യേശുവിന്റെ ശബ്ദം പുറപ്പെട്ടു. അകത്ത് കുരു അഴിച്ചത്, ജീർണിച്ചത്, പ്രൈസ് ദി ലോർഡ്, പുതു സൃഷ്ടിക്കപ്പെടുവാനായിടയാണ്. സ്തോത്രം, സ്തോത്രം. വിശ്വസിച്ചാൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. യേശുവിന്റെ വാക്കിന് ശക്തിയുണ്ട്. നിർജീവത്വങ്ങളെ മാറ്റുവാൻ, കേടുകളെ മാറ്റുവാൻ, ജീർണിച്ചതിനെ മാറ്റുവാൻ, അഴുകിപ്പോയതിനെ രൂപാന്തരം വരുത്തുവാൻ. ഉണ്ടാകട്ടെ എന്നുള്ള വാക്കിനാൽ സകലത്തെ വിളിച്ചു വരുത്തുന്ന ആത്മ സാന്നിധ്യം ഇന്ന് പകല് ദൈവസഭയ്ക്കകത്ത് വ്യാപരിക്കപ്പെടുകയാണ്. ഇങ്ങനെ പറഞ്ഞു പോയാൽ ആ വാക്യത്തിലേക്ക് പറ്റും. ദൈവാത്മാവ് അറിയിക്കുന്നുണ്ട് വിഷയമൊക്കെ പറയുന്നത്. ഈ ലാസർ പുറത്തു വന്നേ, ദൈവാത്മാവ് സംസാരിച്ച വിഷയം കാലും കൈയും ശീല കൊണ്ട്, ഇത് മനുഷ്യര് കെട്ടിയതാണ്. ഇന്നത്തെ അവിടുത്തെ സംസ്കാരം രീതി അനുസരിച്ച് ശവം ഇങ്ങനെ റൂമാല് കൊണ്ട് കെട്ടും. ഇത് മനുഷ്യൻ കെട്ടിയ കെട്ട കേട്ടോ. കാലും കൈയും ശ്രദ്ധിക്കണേ. മുന്നേറേണ്ട മേഖലകളെ, കാലുകളെ ബന്ധിച്ചിരിക്കുന്ന ബന്ധനം ഇന്ന് പകല് ദൈവസഭയ്ക്കകത്ത് അഴിയണം. സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നാട്ട് കുഞ്ഞുങ്ങളുടെ മേൽ ദൈവശക്തി. ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തലമുറ എവിടെയാണെങ്കിലും അവിടെ ദൈവശക്തി വ്യാപരിക്കപ്പെടട്ടെ. അഭിഷക്തന്മാരുടെ മേൽ ദൈവശക്തി വ്യാപരിക്കപ്പെടട്ടെ. ശുശ്രൂഷ മേഖലകളിൽ മുന്നേറേണ്ട പല അഭിഷക്തന്മാരെ ഒതുക്കി അവരുടെ ഓട്ടങ്ങളെ നിർത്തലെയ്ത് സമാധാന സുവിശേഷിക്കുന്നവരുടെ കാൽ സിയോനിൽ എത്ര മനോഹരമെന്നുള്ള വചനത്തെ ഹല്ലേലൂയ മുറുകെ പിടിച്ചിരിക്കുന്ന അഭിഷക്തന്മാരുടെ കാൽപാദങ്ങളെ, ഓട്ടങ്ങളെ ചെയ്ത് നിർത്തിയിരിക്കുന്ന ബന്ധനം യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. തലമുറയുടെ മുന്നേറ്റങ്ങളെ, ആത്മീയ മുന്നേറ്റങ്ങളെ, ഭൗതിക മുന്നേറ്റങ്ങളെ, ശാരീരിക വിടുതലുകളെ, മുന്നേറുവാൻ കഴിയാതെ വണ്ണം പലതിനെ മുടന്തിപ്പിക്കുന്ന പോരുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം അഴിഞ്ഞു മാറട്ടെ. ആത്മീയത്തിൽ മുടന്തരാക്കുന്ന, വിശ്വാസത്തിൽ മുടന്തരാക്കുന്ന, പ്രാർത്ഥനയിൽ മുടന്തരാക്കുന്ന, മുന്നേറാൻ കഴിയാതെ വണ്ണം നമ്മുടെ കുഞ്ഞുങ്ങളെ കെടുത്തിക്കളയുവാൻ, സഹോദരന്മാരെ കെടുത്തിക്കളയുവാൻ, പ്രാർത്ഥിക്കുന്ന സഹോദരിമാരെ കെടുത്തിക്കളയുവാൻ. രോഗാത്മാവിന് എത്ര ഗുളിക കഴിച്ചാലും രോഗാത്മാവിന്റെ ദണ്ഡനം മാറത്തില്ല, പ്രാർത്ഥിച്ചാൽ മാറും. മനസ്സിലായോ? മനസ്സിലായോ? രോഗത്തിന് ഹല്ലേലൂയ മരുന്ന് കഴിച്ചാൽ മാറും, പ്രാർത്ഥിച്ചാൽ മാറും. രോഗാത്മാവിന് ഹല്ലേലൂയ മരുന്ന് കഴിച്ചാൽ മാറത്തില്ല, പ്രാർത്ഥിച്ചാൽ മാറും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ രോഗാത്മാവ് അധികം കയറി പിടിക്കുന്നത് രോഗമല്ല. രോഗാത്മാവ് അധികം കയറി പിടിക്കുന്ന ആരൊക്കെയെന്നറിയാമോ? നല്ല ശുശ്രൂഷ നിൽക്കുന്ന പാസ്റ്റേഴ്സിനെ, ആരാധിക്കുന്ന ദൈവമക്കളെയൊക്കെ പിടിക്കും. കാരണം ഇവരുടെ ആരാധനയൊന്ന് ഒതുക്കാൻ, ഇവരുടെ ഓട്ടത്തെ ഒന്ന് കുറയ്ക്കാൻ, ഇവരുടെ ശുശ്രൂഷയ്ക്ക് ഒരു വിഘ്നമിടാൻ. പക്ഷേ അതിനെ ജയിക്കുന്ന ആത്മശക്തിക്കായി, അഭിഷേകത്തിനായി, ദൈവാത്മാവിന്റെ നിറവിനായി സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കാലുകളെ ബന്ധിക്കുക. പ്രൈസ് ദി ലോർഡ്.
ഗമനങ്ങളെ തടസ്സം ചെയ്യുവാൻ, മുന്നേറ്റങ്ങളെ തടസ്സം ചെയ്യുവാൻ. നീ മുന്നേറേണ്ടത് ഇവിടെ വരെ നീ ഓടിയാ മതി, ഇനി ഓടണ്ടെന്ന് പറഞ്ഞ് പലരും അതിർത്തിയിട്ട് നിന്റെ ഓട്ടത്തെ തകർക്കുവാൻ, നിന്റെ തലമുറയുടെ ഓട്ടത്തെ തകർക്കുവാൻ, നിന്റെ കാലുകളെ ബന്ധിക്കാൻ നോക്കുമ്പോൾ ഇന്ന് പകല് ആ റൂമാൽ അഴിയുന്ന പകല. അടുത്തത് കൈകളെ, കാലിനെ കയ്യെ. ഈ കയ്യെ ബന്ധിച്ചത് പ്രത്യക്ഷമായി കാണണമെങ്കിൽ സഭാഗോളിനകത്തെ ആരാധന നോക്കിയാ മതി. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, കരമടിച്ചങ്ങ് ആരാധിച്ചോണം, വേദനയൊക്കെ മാറുമെന്നേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, 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 സ്തോത്രം. ആണ്ട കൈവേദനയും പുറം വേദനയും കഴുത്ത് വേദനയൊക്കെ എൻ്റെ ഈ തമ്പകട്ടി ഞാൻ മണിക്കൂറിരുന്ന് അടിച്ചാരാധിക്കും. പ്രൈസ്. പിന്നെ സമയമൊക്കെ പേടിച്ചങ്ങ് നിർത്തുന്നത്. ഇനി തമ്പാറില്ലെങ്കിലും കരമടിച്ചങ്ങ് ആരാധിക്കും. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. കൈയുടെ ബന്ധനം അഴിയണം. ഒന്ന് ആരാധന ബന്ധനം അഴിയണം. രണ്ടാരും പിണങ്ങരുത്. സ്തോത്രം. ഈ വരണ്ട കൈ ഉണ്ടെങ്കിൽ, സ്തോത്രം, ബന്ധനമുള്ള കൈ ഉണ്ടെങ്കിൽ ഈ കൊടുക്കുന്നതിനകത്തും ഭയങ്കര പ്രശ്നമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആണ്ട് സ്തോത്രം പോയത് കണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഈ കൈയുടെ ബന്ധനം അഴിഞ്ഞാൽ കൊടുക്കുവാങ്ങ് കർത്താവിന്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് അവൻ ലജ്ജിപ്പാൻ ദൈവമിടയാക്കത്തില്ല. നിന്റെ തലമുറ ലജ്ജിപ്പാൻ ദൈവമിടയാക്കത്തില്ല. ദൈവനാമത്തിന് വേണ്ടി കൊടുത്താൽ ദൈവം അനുഗ്രഹിക്കുമെന്ന് ഇവിടെയുള്ള ദൈവമക്കൾ കൊടുക്കുന്നവരാ. നിങ്ങൾക്കായി സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കർത്താവിന് കൊടുത്താൽ കർത്താവ് നിന്റെ സ്ഥിതി മാറും. കൈയുടെ ബന്ധനം അഴിയണം. അടുത്തത് എളുപ്പം നടത്തോട്ടെ. റൂമാൽ കൊണ്ട് മുഖം മൂടിയിരിക്കുക. പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു. ഇത് ഇന്നലെ പ്രാർത്ഥിച്ചു. ഇന്നലെ പകൽ, രാത്രി ഞാനില്ലായിരുന്നു. പകൽ ഞാൻ ഇന്നലെ യോഗം കഴിഞ്ഞ് പോയപ്പോൾ എൻ്റെ ഭാര്യയോടും മകളോടും പറഞ്ഞു, അസാധാരണമായൊരു ദൈവ സാന്നിധ്യമാണ്. ഇന്നലെ പ്രാർത്ഥിച്ച് തുടങ്ങിയപ്പോൾ നിങ്ങൾക്കറിയാം, സ്റ്റാർട്ടിങ്ങിൽ പാസ്റ്റർ പ്രാർത്ഥിച്ച് ഇവിടെ നിന്ന് തുടങ്ങിയപ്പോൾ തൊട്ട് വന്ന ദൈവമക്കൾക്കറിയാം അസാധാരണമായ ഒരു ആത്മസാന്നിധ്യം നാം അനുഭവിപ്പാനായിടയായി. പ്രാർത്ഥനയിൽ ആത്മസാന്നിധ്യം നാം അനുഭവിച്ചു. എവിടെയൊക്കെ ദൈവം സ്പർശിക്കുന്നെന്ന് ആത്മാവ് മനസ്സിലാക്കി തരുവാനായിടയായി. ചില നന്മകൾ കാണാതെ വേണം, ചില വിടുതലുകൾ കാണാതെ വേണം. പുറമറ്റം ദൈവസഭയിലെ ചില കുടുംബങ്ങളുടെ റൂമാൽ കൊണ്ട് പിശാച, ലോകം, രക്തബന്ധങ്ങൾ, അന്യാരാധന ശക്തികൾ മുഖങ്ങളെ മൂടിയിരിക്കുന്നെങ്കിൽ ദൈവാത്മാവ് എന്നോട് സംസാരിച്ചു. ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ ഞാൻ ദൈവസഭയ്ക്കകത്തുള്ള ചില റൂമാലുകളെ, മുഖം മൂടിയിരിക്കുന്ന, കണ്ണുകളെ മൂടിയിരിക്കുന്ന ചില ദൈവപ്രവർത്തികൾ, നന്മകൾ, വിടുതലുകൾ കാണാതെ വേണം കണ്ണുകളെ മൂടിയിരിക്കുന്ന ചില റൂമാലുകൾ ഞാൻ അഴിക്കാൻ പോകുകയാ. കുഞ്ഞുങ്ങളുടെ മുഖത്ത് മൂടിയിരിക്കുന്ന, ഭവനങ്ങളുടെ മൂടിയിരിക്കുന്ന റൂമാലുകൾ ഞാൻ അഴിച്ചു മാറ്റാൻ പോകുകയാ. എൻ്റെ ജനം ചില നന്മകൾ കാണാൻ പോകുകയാ. ആത്മീയ വിടുതലുകൾ കാണാൻ പോകുകയാ. ശാരീരിക വിടുതലുകൾ കാണാൻ പോകുകയാ. ഭൗതിക വിടുതലുകൾ കാണാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ചില ദൈവപ്രവർത്തികൾ നിന്റെ കണ്ണുകൊണ്ട് കാണാൻ പോകുകയാ. അഭിഷക്തന്മാർ കാണാൻ പോകുകയാ. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ കാണാൻ പോകുകയാ. വർഷങ്ങളായി പിശാച് കെട്ടിയിട്ട ചില റൂമാലുകൾ നിന്റെ മുഖത്തു നിന്ന്, നിന്റെ തലമുറയുടെ മുഖത്തു നിന്ന് പരിശുദ്ധാത്മാവ് അഴിച്ചു മാറ്റാൻ പോകുകയാ. ഈ വചനങ്ങളാ ദൈവം നമ്മെ അനുഗ്രഹിക്കും.